നമസ്കാരം. സംസ്കാരങ്ങളുടെ ഈറ്റില്ലമെന്ന് പുകൾപെറ്റ നാടാണ് നമ്മുടെ ഭാരതം. ജാതിയിലും മതത്തിലും വേഷഭൂഷാദികളിലും സംസ്കാരം കുടികൊള്ളുന്ന, നാനാത്വത്തിൽ ഏകത്വം എന്ന സവിശേഷത വെച്ചുപുലർത്തുന്ന നാട്. പരസ്പര സാഹോദര്യവും സഹവർത്തിത്വവുമാണ് ഈ നാടിനെ ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2024 രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികൾ ശ്രീരാമ ഭഗവാന്റെ ജന്മസ്ഥലം എന്ന് വിശ്വസിക്കുന്ന അയോധ്യയിൽ ഒരു ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കപ്പെടുന്നത്. രാജ്യത്തിൻ്റെ പരമോന്നത കോടതി 2019 നടത്തിയ വിധി പ്രസ്താവത്തെ തുടർന്നാണ് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. കാലങ്ങളായുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ച് നാനാജാതി മതസ്ഥർ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെ ആഘോഷമാക്കി മാറ്റുകയാണ്. രാജ്യം ഒന്നടങ്കം ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഞങ്ങൾ ന്യൂസ് 18 ഒപ്പം ചേരുകയാണ്. വിശദമായ കവറേജ് ആണ് ന്യൂസ് 18 കേരളം ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ശക്തൻ്റെ മണ്ണിൽ വടക്കുന്നാഥൻ്റെ മുന്നിൽ ചർച്ച സംഘടിപ്പിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ എം വി നടേശൻ, റിട്ടയേർഡ് പ്രൊഫസർ, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടി; ശ്രീ എൻ ഹരീന്ദ്രൻ മാസ്റ്റർ, ഹയർ സെക്കൻഡറി മുൻ അധ്യാപകൻ; ശ്രീ പ്രിൻറ്റു മഹാദേവൻ, സാംസ്കാരിക പ്രവർത്തകൻ; ശ്രീ എ കെ രഞ്ജിത്ത്, അസിസ്റ്റന്റ് പ്രൊഫസർ, സെൻറ്റ് ജോസഫ് കോളേജ്, പാവറട്ടി എന്നിവരാണ്. ആദ്യം ശ്രീ പ്രിൻറ്റു, നമ്മളെല്ലാവരും നിൽക്കുന്നത് വടക്കുന്നാഥൻ്റെ മുന്നിലാണ്. ഒരുപക്ഷെ കേരളത്തിലെ നാനാജാതി മതസ്ഥരോട് ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അവർ ആദ്യം നൽകുന്ന ഉത്തരം തൃശ്ശൂരിൻ്റെ മണ്ണിലെ ഈ വടക്കുന്നാഥനെ കുറിച്ചായിരിക്കും. കാരണം ഇവിടുത്തെ ഓരോ ചടങ്ങുകൾ, ഈ പൂരപ്പറമ്പ്, തേക്കിൻകാട് മൈതാനം, തെക്കോട്ടിറക്കം, മഠത്തിൽ വരവ്, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന വെടിക്കെട്ട്, കുടമാറ്റം, ഇതെല്ലാം മലയാളികൾക്ക് സുപരിചിതമാണ്. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ഇടമുണ്ട്, സ്ഥാനമുണ്ട്, അവിടുത്തെ ആരാധനാമൂർത്തിക്ക് സ്വഭാവങ്ങളുണ്ട്. ഹൈന്ദവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അയോധ്യ എന്നത് ഹൈന്ദവരുടെ സ്വപ്നമായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സ്വപ്നം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അയോധ്യയിൽ തന്നെ ഒരു ശ്രീരാമക്ഷേത്രം ഉയരുന്നു. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ രാജ്യം സനാതന ധർമ്മങ്ങളുടെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും സാംസ്കാരിക സമ്പന്നവുമായിട്ടുള്ളൊരു നാടാണ് നമ്മുടെ ഭാരതം. ഈ വടക്കുനാഥൻ്റെ ക്ഷേത്രത്തിനകത്തും രാമനുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ എല്ലായിടത്തും രാമനുണ്ട്. രാമനില്ലാതെ ഒന്നുമില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മതത്വം തന്നെ രാമനാണ്. നമുക്കറിയാലോ, രാമനൊരു വികാരമാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഈ നാട് മുഴുവൻ ഈ അമൃത മഹോത്സവത്തിൽ 130 കോടി ജനങ്ങളും ജാതി മത ഭേദമന്യേ സർവരും രാമൻ്റെ വരവിന് രണ്ടാം പട്ടാഭിഷേകമാണ് നടക്കുന്നത്. 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ എല്ലാവരും ഒരുമിച്ച് എല്ലാ ജാതി മതഭേദമന്യേ നമ്മൾ ആഘോഷിക്കുകയാണ്. 500 വർഷമാണോ കാത്തിരിപ്പ് എന്നതാണ് സംശയം. അതെ, തീർച്ചയായും അതിലേറെ വലിയ കാത്തിരിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായും കാത്തിരിപ്പിന്റെ ആളും കൂടിയാണല്ലോ രാമൻ. അങ്ങനെ ഉണ്ടല്ലോ, ഒരു വ്യക്തിയുടെ കാത്തിരിപ്പും ഒരു സമൂഹത്തിൻ്റെ കാത്തിരിപ്പും ഒരു രാജ്യത്തിൻ്റെ കാത്തിരിപ്പും രണ്ടാം പട്ടാഭിഷേകത്തിന് ഒരുങ്ങുകയാണ്. നമുക്കറിയാം, നമ്മുടെ ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദി നമ്മളുടെ തൃശ്ശൂരിന് പ്രത്യേകിച്ച് അദ്ദേഹം ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ സമയത്ത് നമുക്ക് എല്ലാ തൃശ്ശൂർക്കാർക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നാലമ്പല ദർശനം, തൃശ്ശൂരിൻ്റെ ഒരു പൈതൃകവും പാരമ്പര്യവും, നാലമ്പല ദർശനത്തിന് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുണ്ട്. അപ്പോൾ രാമൻ്റെ സംസ്കാരത്തെ നെഞ്ചോട് ചേർത്തിട്ട ആളുകളാണ് ഈ തൃശ്ശൂർ പേരിലെ ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ വടക്കുന്നാഥനിലെ ജനങ്ങൾ, തൃശ്ശൂർ പേരിലെ ജനങ്ങൾ ഈ വലിയധികം സന്തോഷത്തോടു കൂടിയാണ് രാമൻ്റെ പ്രാണപ്രതിഷ്ഠയെ എതിരേൽക്കുന്നത്. അതിനകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഇതിൽ ക്ഷണിക്കപ്പെട്ട ആളുകളിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ഈ രാമക്ഷേത്ര വിവാദമൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് ഈ ആദ്യമായിട്ട് എതിർ കക്ഷിയിൽപ്പെട്ട ഒരാളായിരുന്നു ഇതിനെതിരെ കേസ് കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ആഷിം അൻസാരി എന്നായിരുന്നു. അദ്ദേഹം 2016 മരണപ്പെട്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ഈ കക്ഷിയായി. പക്ഷേ പരമോന്നത നീതിപീഠം സത്യസന്ധമായി കേസിനകത്ത് എല്ലാ ജാതി മത സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് വിധി പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ നരേന്ദ്രമോദി നടന്ന പരിപാടിയിൽ
പരമോന്നത നീതിപീഠത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് രാമക്ഷേത്രത്തെ ഏറ്റവും അനുകൂലമായി സംസാരിച്ചത് ഇക്ബാൽ അൻസാരിയായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യം, ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും ഒക്കെ ഒരു മതേതര പാരമ്പര്യത്തിനും കൂടി പ്രതീകമായിട്ട് നമ്മുടെ രാമക്ഷേത്രം മാറുകയാണ്. തൊട്ട് 15 കിലോമീറ്ററിന് അപ്പുറത്ത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിലുള്ള ഒരു മസ്ജിദ് വരാൻ പോകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദ് വരാൻ പോകുന്നു. ആ മസ്ജിദിന് പുതിയ പേരൊക്കെ അതെ 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 അതെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ അയോധ്യ എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യത്തിൻ്റെ മകുട ഉദാഹരണമായിട്ട് ലോകത്തിന് മാതൃകയാവാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഒരു 3 വർഷം കൊണ്ട് 50,000 കോടിയുടെ പദ്ധതികളാണ് നമ്മുടെ അയോധ്യയിൽ വന്നിട്ടുള്ളത്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വികസനം, ആ രാജ്യത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന മാറ്റം, UP പോലുള്ള ഒരു അവികസിത സ്ഥലത്തിനുണ്ടാകുന്ന മാറ്റം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഞാൻ ശ്രീ AK രഞ്ജിത്തിലേക്ക് പോകുന്നു. രഞ്ജിത്ത്, ഇവിടെ ഈ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിന് മറ്റ് അവകാശവാദങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് നയിച്ചത് നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ്, പുരാവസ്തു വകുപ്പാണ് എന്ന് പറയാം. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ ഒരു മുഖം എന്നത് ശ്രീ KK മുഹമ്മദാണ്. അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയാണ് എന്നൊന്നും നമുക്ക് വിലയിരുത്താനാകില്ല. അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങൾ ധാരാളമായി ഞാൻ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇസ്ലാം മതവിശ്വാസികൾക്ക് മക്കയും മദീനയും എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ, അല്ല എങ്കിൽ ക്രിസ്ത്യൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ നാട് എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അയോധ്യ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. ആ രീതിയിൽ എങ്ങനെയാണ് ഇതിനെ വായിച്ചെടുക്കാൻ പറ്റുന്നത്? ഇതിൽ KK മുഹമ്മദ് സാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം അങ്ങ് പരാമർശിച്ചതിൽ ചെറിയൊരു തിരുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരു ഹൈന്ദവനല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഹൈന്ദവത സാങ്കേതികമായിട്ട് പറയാം. അപ്പൊ ഹൈന്ദവത എന്നുള്ളതിനെ വ്യാഖ്യാനിച്ച് നമ്മൾ വരുമ്പോൾ ഈ ഭാരതത്തിൽ ജനിച്ച എല്ലാ ആളുകളും വളരെ സങ്കുചിത നമ്മൾ ഈ വിദ്യാഭ്യാസ കാലത്തൊക്കെ ജാതിയും മതവും ഒക്കെ ചോദിക്കുന്ന ഒരു കോളം ഉണ്ടാകുമല്ലോ. അവിടെ വേണമെങ്കിൽ നമുക്ക് നിരീശ്വരവാദി എന്ന് അല്ലെങ്കിൽ ഇതിനൊന്നും ഇല്ല എന്ന് പറയാം. അങ്ങനെ മാത്രമാണ്, ടെക്നിക്കലി മാത്രമാണ്. കൃത്യമായി ഇതിനകത്ത് കാണുന്നൊരു കാര്യം, ഇത്രയും വർഷത്തെ നിയമ പോരാട്ടം, ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്, ഇതിന്റെ വലിയ ചരിത്രം, ഈ ചരിത്രാതീത കാലം മുതൽക്കുള്ള ഇതിന്റെ ചർച്ചകൾ, ഇതൊക്കെ ഇവിടെ നമ്മൾ സുപ്രീം കോടതിയുടെ ഒരു വിധിയോടുകൂടി ഇത് രമ്യമായിട്ട് പരിഹരിക്കപ്പെടുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് തെളിവുകൾ കൃത്യമായിട്ട് വളരെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് അവിടെ നടന്നിട്ടുള്ള ഖനനങ്ങൾ, ഉദ്ഖനനങ്ങൾ, അതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് കോടതിയെ കൂടി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ തരത്തിലൊരു വിധി വന്നത് എന്നതാണ് ഞാൻ കരുതുന്നത്. കാരണം മറ്റൊരു തരത്തിൽ നമുക്ക്, അല്ലെങ്കിൽ ഇത് ഐതിഹ്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ചില ആളുകൾ പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഈ തരത്തിലുള്ള വിധി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ശരി, അപ്പൊ കൃത്യമായ തെളിവുകൾ നയിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രീയ ബോധം. ആ തരത്തിൽ തെളിവുകൾ നയിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതെ, അങ്ങനെയാണ് നമുക്ക് ഡേറ്റാബേസുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഹാരപ്പ, മോഹൻജോദാര പോലുള്ള സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഒരു 200 വർഷത്തിന് അപ്പുറത്തേക്ക് ടെക്നിക്കലി ഒന്നും നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നില്ല. പിന്നീട് അത് ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങളോളം, ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം എന്നുള്ളതാണ്. ഞാൻ ഹരിചന്ദ്രൻ മാസ്റ്ററിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് മറ്റു വസ്തുതകളെല്ലാം മാറ്റിവെച്ച് ഈ പ്രാണപ്രതിഷ്ഠയുമായ വിഷയത്തിലേക്ക് വരുന്നു. 22-ാം തീയതിയാണ് പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നത്. ഒരു പക്ഷേ രാജ്യം മുഴുവൻ ഈ ഒരു വാചകം, പ്രാണപ്രതിഷ്ഠ എന്ന വാചകം കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതും നമുക്കൊരല്പം മാറ്റിവെച്ചാൽ ഈ പ്രാണപ്രതിഷ്ഠ എന്നത് ക്ഷേത്രാചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഇവിടെ ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന ഈ സമയത്ത് ന്യൂസ് 18 ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രസക്തിയെ ആദ്യം ശ്ലാഘിക്കുകയാണ്. കാരണം ഈ സമയം തന്നെയാണോ അതിന് അനുയോജ്യം? വേറൊരു സമയം എടുത്തുകൂടെ? 2024 തന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തേണ്ടതുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രാണപ്രതിഷ്ഠ എന്ന് ആവർത്തിച്ച് മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ അതെന്താണ് ഈ പ്രാണപ്രതിഷ്ഠ? അതിൻ്റെ താത്വികമായ വിലയിരുത്തൽ നടത്താൻ സംസ്കൃത പണ്ഡിതനായ നടേശൻ മാഷ് അതിന് യോഗ്യനാണ്. അദ്ദേഹം സംസ്കൃത അധ്യാപകനും വേദാന്ത വിഷയങ്ങളിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആളുമാണ്. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ പ്രതിബിംബത്തിൽ, പ്രതിച്ഛായയിൽ ജീവശ്വാസം കൊടുക്കുക, ഇത് തന്നെയാണ് ശരിക്ക് ബിംബത്തിന് ജീവൻ കൊടുക്കുന്ന, സചേതനത്വം കൊടുക്കുന്ന, അനുഗ്രഹം തേടി എത്തുന്ന ഭക്തരെ അനുഗ്രഹിക്കുവാൻ യോഗ്യമായി ഉപാസനാനിരതമായി മന്ത്രങ്ങൾ ഉരുവേറ്റി ആ ബിംബത്തിന്, അത് അചേതനമായ ബിംബത്തിന് ഒരു ജീവവായു പകർന്നു കൊടുക്കുക, അതിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന നിലയ്ക്ക്
പൗഷമാസത്തിൽ, മകരമാസത്തിൽ ഉത്തരായന കാലഘട്ടത്തിൽ കൂർമ്മ ദ്വാദശി, അതായത് ഈ പാൽക്കടൽ കടഞ്ഞെടുക്കുന്ന സമയത്ത് മന്ദരപർവ്വതത്തെ, കടലിനടിയിൽ താണുപോയ മന്ദരപർവ്വതത്തെ ഉയർത്തുവാൻ, ഉദ്ധാരണം ചെയ്യുവാൻ മഹാവിഷ്ണു കൂർമ്മമായി അവതരിച്ച ആ ഒരു മുഹൂർത്തം, ആ സമയം, കൃത്യമായ സമയം, വെറും 80 സെക്കൻഡ് ദൈർഘ്യം മാത്രമുള്ള പ്രസക്തമായ ആ സമയത്ത് തന്നെ ഇത് നടത്തണം എന്ന് ഇതിൻ്റെ വിധാതാക്കൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ആലോചന നടത്തിയവർ തീരുമാനിച്ചത്. അത് ഒരു പക്ഷേ 2024 ഏപ്രിലിന് ശേഷം നടത്തിക്കൂടെ എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ ആ വാദത്തിന് പ്രസക്തിയില്ല എന്ന് പറയാൻ കാരണം ഉത്തരായനമാണ് ഇങ്ങനെയുള്ള പ്രതിഷ്ഠാ കാര്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ കാലം. ആ അനുയോജ്യമായ കാലഘട്ടത്തിൽ ആ സമയത്ത്, അതായത് 12 മണി 29 സെക്കൻഡ് 19 മിനിറ്റ് 6 സെക്കൻഡ് കഴിഞ്ഞ് 12:30 10 സെക്കൻഡിനിടയിൽ 84 സെക്കൻഡുകൾ മാത്രമാണ് ദൈർഘ്യം. ആ സമയത്ത് തന്നെ അത് നടക്കണം. അത് നടത്തുമ്പോൾ അത് പ്രാണപ്രതിഷ്ഠ, ബാലരാമനെ പ്രതിഷ്ഠിക്കുക എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. കാരണം ഒരു വലിയ നീണ്ട ഒരു അജ്ഞാതവാസത്തിന് ശേഷം രാമൻ അയോധ്യയിലെത്തുന്നു എന്ന പ്രതീതിയാണ് അവിടെ ജനിപ്പിക്കുന്നത്. എന്തായാലും ഞാൻ വീണ്ടും പോകുന്നത് ശ്രീ എം വി നടേശൻ സാറിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ഇതേ വിഷയത്തിൽ തന്നെ ആയിരിക്കുമോ? അല്ല, ഞാൻ സംസ്കൃതത്തിൽ വ്യാകരണം എന്ന് പറയുന്ന വിഷയത്തിലാണ്. അപ്പോൾ ഒരുപക്ഷെ സംസ്കൃതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഇതേ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അല്പം കൂടി സാങ്കേതികത്വം നിറച്ചുകൊണ്ട് താങ്കൾക്ക് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന സമയത്ത് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഈ ചൈതന്യത്തിനെയാണ് ആവാഹിച്ച് അവിടെ കുടിയിരുത്തുന്നത്. കാരണം നമ്മളെ നിലനിർത്തി കൊണ്ടുപോകുന്നതായ ആ പരമചൈതന്യം, അത് ആരാണ് നടത്തേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇതിന് യോഗ്യനാവണം. ഈ പ്രാണനെ ആവാഹിക്കാനുള്ള യോഗ്യത നേടുകയും, അതിൻ്റെ യോഗ്യയുടെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ എനിക്കൊന്ന് ഇടപെടേണ്ടത്, നമ്മളിപ്പോൾ ഒരു ബ്രാഹ്മണിക്കൽ ഹെജ്മണി കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ യോഗ്യരെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതാണ് പറയാൻ പോകുന്നത്. വേദം മുതൽക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനുർഭവ, മനുഷ്യനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി താന്ത്രികവും വൈദികവുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രതിഷ്ഠ. അത് ഓരോ കാലത്തും ഓരോ പ്രദേശത്തും വ്യത്യാസം ഉണ്ട്. ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അരുവിപ്പുറത്ത് നടത്തിയ പ്രതിഷ്ഠ ഏതെങ്കിലും തന്ത്രഗ്രന്ഥങ്ങൾ നോക്കിയിട്ടല്ല പ്രതിഷ്ഠിച്ചത്. മനസ്സിലായില്ലേ? കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ലോകത്തിന് നന്മ വരണമെന്ന അപാരമായ ആഗ്രഹത്തോടു കൂടിയുള്ള പ്രതിഷ്ഠയാണ്. ഇതുപോലെ തന്നെ ഇവിടുത്തെ കോടിക്കണക്കിനായിട്ടുള്ള സനാതനധർമ്മ വിശ്വാസികളായ ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ പൂർത്തി നിർവഹിക്കണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുക ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഞാൻ ചെയ്തോട്ടെ എന്നുള്ളതല്ല പറയുന്നത്. സനാതനധർമ്മത്തിലുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവരുടെ ആചാര്യന്മാരായിട്ടുള്ള സന്യാസി സമൂഹം ചേർന്നെടുത്ത തീരുമാനമാണ് അങ്ങ് ഈ കർമ്മം നിർവഹിക്കണമെന്നത്. അതൊരുപക്ഷെ എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിൽ, അതായത് ഈ ശ്രീരാമ ട്രസ്റ്റാണ് ഇത്തരത്തിൽ ക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്. ആരെ ക്ഷണിക്കണം, ആരൊക്കെ പങ്കെടുക്കണം എന്ന് തീരുമാനിച്ചത് ഇതേ ട്രസ്റ്റ് തന്നെയാണ്. ആ ട്രസ്റ്റിൻ്റെ അഭ്യർത്ഥന, അതായത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി, കാരണം ഇതിലൊരു രാഷ്ട്രീയ വിവാദത്തിന് ഇവിടെ ഇടമില്ല, അങ്ങനെ ഒരു പാനലുമല്ല. അപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങൾ, ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്, ആർക്കും സംശയങ്ങൾ ഉണ്ടാകാം. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിന്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദി യോഗിത്യനാഥ് എന്തിന്, RSSന്റെ തലവൻ മോഹൻ ഭഗവത് എന്തിന്, സ്പീക്കറായിട്ടുള്ള ആനന്ദിബെൻ പട്ടേൽ എന്തിന്, ഈ ലിസ്റ്റുകൾക്ക് ശേഷമാണ് ആചാര്യൻ എന്ന തരത്തിലുള്ള പേര് കൂടി വന്നിട്ടുള്ളത്. ഈ 5 പേരാണല്ലോ ഗർഭഗൃഹത്തിലുണ്ടാവുക. അതെ, അതെന്തുകൊണ്ട്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നരേന്ദ്രമോദി എന്നൊരു പറയുന്ന കഥാപാത്രത്തിനെ എല്ലാവരും ഒന്നുകിൽ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന രീതിയിൽ മാത്രമാണ് കരുതുന്നത്. നമ്മൾ കാണാത്തൊരു വശമെന്ന് വെച്ചാൽ അദ്ദേഹം ശ്രീരാമകൃഷ്ണ സമ്പ്രദായത്തിൽ വരുന്ന ഒരു ദീക്ഷിതനാണ്, പരിവ്രാജകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിനുള്ള എന്താ പറയുക അർഹതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾക്കും അത് പ്രതിഷ്ഠിക്കുന്നതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്, സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന്റെ പൂർത്തീകരണം ഇതിൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രമന്ദിരം എന്നുള്ളൊരു കൺസെപ്റ്റമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത്
ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്നല്ല ലോക ചരിത്രത്തിൽ തന്നെ അത്തരമൊന്ന് ഉണ്ടായിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വിവേകാനന്ദ സ്വാമിയുടെ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. നേരത്തെ സൂചിപ്പിച്ച അതേ മഹാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ മഹാത്മാവ് തന്നെയാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച ഒരു സാഹചര്യമുണ്ടല്ലോ. അതെ, അതിൽ നിന്ന് മാറണം, ഈ രാജ്യം മാറണം, നമ്മുടെ സംസ്കാരം മാറണം. അതെ അതെ, തീർച്ചയായിട്ടും ആ സംസ്കാരം മാറണം. അങ്ങനെ മാറ്റിയെടുത്ത ഒരു അനുഭവ പാരമ്പര്യം കേരളത്തിനുണ്ട്. അതായത് നേരത്തെ പറഞ്ഞല്ലോ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിരുന്നു സമൂഹത്തിൽ. പക്ഷെ അതിന് നവീകരണ കലശമാടാൻ ഇവിടെ വന്നത് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും തുടങ്ങിയ മഹാന്മാരാണ്. അതിനു മുമ്പുണ്ട് വൈകുണ്ഠസ്വാമിയെ പോലുള്ള മഹാന്മാരുണ്ട്. എന്തായാലും ശ്രീ പ്രിന്റു ഇവിടെ പറഞ്ഞൊരു കാര്യം, അതായത് ഈ ഹൈന്ദവ സംസ്കാരം എന്നത് മറ്റൊരു ജാതി മതവുമായി ഒന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവിടെ മണ്ണിനെയും മരത്തിനെയും ഒക്കെ പൂജിച്ച സംസ്കാരമുണ്ട്. ഇതേ തരത്തിൽ തന്നെ ഇപ്പോൾ രാമായണം തന്നെ എഴുതിയത് ആരെ എന്ന് ചോദിച്ചാൽ വളരെ വിചിത്രമാണത്. അങ്ങനെ ഒരാൾക്ക് രാമായണം എഴുതാൻ പറ്റുമോ? ആ രാമായണത്തെ ജാതിമത ചിന്തകളൊക്കെയുള്ള ഒരു സമൂഹം ഇപ്പോഴും, അതിൽ തന്നെ പല കാറ്റഗറിയായി ആളുകളൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ അതല്ല യഥാർത്ഥ രാമരാജ്യം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ? തീർച്ചയായും വേദഭാവനകളെ തൂത്തെറിഞ്ഞ ആദ്യത്തെ വിപ്ലവകാരിയായിരുന്നു രാമൻ. നമുക്കറിയാലോ, ശബരിയുടെ കഥയൊക്കെ അറിയാം. അതെ, നേരത്തെ നടേശൻ മാഷോട് സാർ ചോദിച്ചല്ലോ ബ്രാഹ്മണിക്കൽ ഹെജിമണിയെ കുറിച്ച്. ഓക്കെ, അല്ല ബ്രാഹ്മണിക് ഹെജിമണി കാലഘട്ടത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യണം. നമുക്ക് അതിൽ നിന്ന് മാറി നിന്ന് പോകാൻ പറ്റില്ല. ഞാനൊന്ന് പറയട്ടെ, കാലത്തിന്റെ നിയതിയാണ് അല്ലെങ്കിൽ കാലത്തിന്റെ അനിവാര്യതയാണ് ഈ രാഘവേന്ദ്രന്റെ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠാ സ്ഥാനത്ത് പിന്നോക്കക്കാരനായിട്ടുള്ള OBC വിഭാഗത്തിൽപ്പെട്ട നരേന്ദ്രൻ വന്നിരുന്ന് ഒന്നാമനാവുക എന്നുള്ളത്. അപ്പോൾ രാമൻ എന്താണോ, രാമരാജ്യ സങ്കല്പം എന്താണോ, അവിടെ ഭേദഭാവനയില്ല. അവിടെ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാണല്ലോ, നമ്മൾ ജനാധിപത്യമാണല്ലോ. അവിടെ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന 130 കോടി ജനങ്ങളുടെയും പ്രതിനിധിയായിരിക്കേണ്ടത് നരേന്ദ്രൻ തന്നെയാണ്. അതിനകത്ത് രണ്ടാംഗിൾ കാണാം നമുക്ക്. ഒന്ന്, ജാതി ഭേദത്തെ തൂത്തെറിഞ്ഞ രാമന് മുമ്പിൽ ആദ്യമായി ഇരിക്കാനുള്ള അർഹത നരേന്ദ്രമോദിക്കാണ്. 130 കോടി ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ആളെന്ന രീതിയിൽ അവിടെ ഇരിക്കേണ്ടത്. അനാവശ്യമായ വിവാദങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയാൽ ഈ ഭാരതത്തിന്റെ ഐഡന്റിറ്റിയിൽ രാമനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റം ഭാരതത്തിൽ ഉണ്ടാവില്ല. സത്യത്തിൽ ഈ പ്രാണപ്രതിഷ്ഠ, സത്യത്തിൽ ഈ രാഷ്ട്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയാണ് സത്യത്തിൽ, രാമക്ഷേത്രത്തിന്റെ അല്ല. സത്യത്തിൽ സുപ്രീം കോടതി നിശ്ചയിച്ച ട്രസ്റ്റ് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ വരുന്നവർ വരുന്നു, ചിലവർ പറയുന്ന രാഷ്ട്രീയപരമായ അജണ്ടയുടെ പേര് വരാതിരിക്കുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൗരൻ എന്ന രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം, ഇതിൽ ജാതി മത ഭേദമേനെ എല്ലാവരും പങ്കെടുത്ത് ഈ ഒരു മഹോത്സവത്തെ ഈ രാജ്യത്തിന്റെ ഒരു ഉത്സവമാക്കി മാറ്റുകയാണ് ശരിക്കും ചെയ്യേണ്ടത്. രഞ്ജിത്ത് സാർ, എനിക്ക് ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ഈ രാമരാജ്യം, അതായത് എൻ്റെ രാമൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അത് തർക്കമൊന്നും വേണ്ട. കാരണം നമ്മുടെ നാട്ടിൽ വിവിധ ജാതിയിലും മതത്തിലും ഒക്കെ പെട്ട ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും രാമരാജ്യം എന്ന പ്രയോഗം മറ്റ് ഇതര മതസ്ഥരായ ആളുകളെ വലിയ ആശങ്കപ്പെടുത്തും. അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി രാമരാജ്യം വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ ആ രാമരാജ്യം എന്ത് എന്ന് യഥാർത്ഥത്തിൽ ഇത്തരം അഭിപ്രായ ഭിന്നതകൾക്കിടയിൽ അറിയാതെ പോകുന്നുണ്ടോ? ഇതൊരു മതരാജ്യമല്ല. രാമരാജ്യം എന്നാൽ ക്ഷേമരാജ്യം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ആ ക്ഷേമരാജ്യത്തിലേക്കുള്ള ചുവടുവെപ്പിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഒരുപക്ഷെ ഈ രാമക്ഷേത്രമായിരിക്കും എന്ന് പൊതുസമൂഹം മനസ്സിലാക്കാതെ പോകുന്നതാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഇതല്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾക്കൊക്കെ എത്രത്തോളം അടിസ്ഥാനമുണ്ട്? ഞാനിതിനെ വളരെ പക്വതയോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം, രാമൻ എന്ന് പറയുന്നത് പല വഴികളിലൂടെ, ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധിയുടെ രാമനെന്നും രാഷ്ട്രീയ രാമനെന്നും, ഇനി രാമനെ ഏതൊക്കെ കള്ളികളിലേക്ക് ഒതുക്കാൻ കഴിയുമോ ആ തരത്തിലൊക്കെ രാമനെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ രംഗത്ത് പൊതുവെ സ്വാഭാവികമാണ്. അത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. ഈ ധാർമ്മികത ചർച്ച ചെയ്യുമ്പോൾ അവിടെ രാമൻ ഒരു വലിയ പ്രാധാന്യം കൊണ്ടുവരും. കുറെ കൂടി മനുഷ്യ ജീവിതമായിട്ട് അടുത്ത് നിൽക്കുന്ന, മനുഷ്യ ജീവിതത്തിൻ്റെതായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു രാമായണം പരിശോധിച്ചാൽ അതിലെ ഓരോ കഥാപാത്രങ്ങളും നമുക്കിടയിലൊക്കെ ജീവിക്കുന്നുണ്ട്. അതെ, അപ്പൊ ഇതില് അച്ഛനോട് പുലർത്തുന്ന ധാർമ്മികത, രാജ്യത്തോടുള്ള ധാർമ്മികത, പ്രത്യേകിച്ച് പത്നിയോടുള്ള ധാർമ്മികത, ഇങ്ങനെ ധാർമ്മികതയോ ഇപ്പം മറ്റേ അവതാരങ്ങൾ ഇപ്പൊ കൃഷ്ണൻ എടുത്താലോ അല്ലെങ്കിൽ ആ തലത്തിലൊന്നും ചർച്ച ചെയ്യപ്പെടാത്തൊരു രാമനുണ്ട്, ആത്മാരാമൻ എന്ന് നമ്മൾ വിളിക്കുന്ന, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പൊ ആ അർത്ഥത്തിൽ രാമനെ കള്ളി തിരിച്ച് കാണേണ്ട ഒരു കാര്യമില്ലെന്നാണ്
ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാമനെ ഒരു ലേബലും ചാർത്തി കൊടുക്കേണ്ട അങ്ങനെ ഒരു ലേബലിനകത്ത് നിൽക്കുന്ന ഒരു വിഷയവുമല്ല ഈ രാമൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിപ്പോൾ മാത്രമല്ല, അത് ഇന്നലകളിലും അങ്ങനെയാണ്. അപ്പൊ അതിനൊരു ആ തരത്തിലുള്ള ഒരു പരിവേഷം കൊടുക്കേണ്ട കാര്യമില്ല. വളരെ ഗുണകരമായ രീതിയിലുള്ള ഒരു മാറ്റം രാജ്യത്ത് വരുന്നു. ആ അർത്ഥത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ പറഞ്ഞതുപോലെ അയോധ്യ എന്ന് പറയുന്നത് ഈ വികാരമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മള് ഇവിടെ വളരെ അറ്റത്ത് ഈ തെക്കേന്ത്യയിൽ ഇരുന്നുകൊണ്ട് നോക്കുന്ന പോലെ അല്ല. ഈ ഉത്തരേന്ത്യയില് അയോധ്യ എന്ന് പറയുന്ന പ്രദേശം അയോധ്യയുമായിട്ടുള്ള ജനങ്ങളുടെ വൈകാരിക അതുമായിട്ടുള്ള അപ്പൊ അതിനെ ആ ഒരു വിഷയത്തെ നമ്മൾ ഇവിടെ വേറെ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഹിന്ദി ഹൃദയ ഭൂമി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. രാഷ്ട്രീയവും അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. നമ്മളൊരു 10 കിലോമീറ്റർ കയറുമ്പോൾ മാറുന്നതിനനുസരിച്ച് കൾച്ചർ മാറുന്നത്. അപ്പൊ അതിനൊരു നെഗറ്റീവ് ചർച്ചയിലേക്ക് പോവാതെ വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യാൻ എനിക്ക് അതിനെപ്പറ്റി തോന്നുന്നു. വിവാദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചർച്ച ചെയ്യാം. അതാണ് ശ്രീ ഹരീന്ദ്രൻ മാസ്റ്റർ ഇവിടെ അയോധ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ അയോധ്യയിലടക്കം പോയിട്ടുള്ള ആളാണ്, മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. അവിടെ ഒരു പ്രദേശം മുഴുവൻ മറ്റൊരു വികസന തലത്തിലേക്കാണ് ഉയരുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്നാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനമായി അയോധ്യ മാറും. ആ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. അതുണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റവും ചലനവും എന്തായിരിക്കും? ഇവിടെ രാമൻ എന്ന ഒരു വൈകാരിക ഭാവം പലരുടെ ഭാഷയിൽ ഇവിടെ ഇപ്പോൾ സമ്മതിക്കേണ്ടായി. അതെ, രാമൻ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വിശാലമായ ഭൂമിശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സാംസ്കാരിക ഭാരതത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. ഒന്ന്, അങ്ങ് നേപ്പാളിൽ സീത പിറന്നു, അയോധ്യയിൽ രാമൻ ജനിച്ചു, സീതയെ അപഹരിച്ച് ലങ്കയിൽ കൊണ്ടുപോയി. അങ്ങനെ പഴയ വിശാല ഭാരതം, ഒപ്പം വിശാലമായ ഭാരതത്തിലെ ജീവിത സന്ദേശവുമാണ് രാമായണം. അപ്പോൾ ആ രാമായണം വിനിമയം ചെയ്യുന്ന സാംസ്കാരിക സങ്കലനത്തിൻ്റെ ഹൃദയമായി മാറുന്നത് അയോധ്യ എന്നുള്ളതാണ്. അയോധ്യ എന്ന അച്ചുതണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ സവിശേഷമായ സാംസ്കാരിക വിനിമയം ഭാരതമെമ്പാടും അല്ലെങ്കിൽ ലോകമെമ്പാടും നടമാടാൻ പോകുന്നത്. ഇവിടെ എനിക്ക് താങ്കൾ ചോദിച്ച ചോദ്യത്തോടൊപ്പം തന്നെ ഇപ്പോൾ കുറച്ചു നേരത്തെ നമ്മുടെ ഈ പാനലിസ്റ്റുകൾ സംസാരിച്ചതുപോലെ വിരുദ്ധമായ അഭിപ്രായവും നിഷേധാത്മകമായ സമീപനവും ഭാരതത്തിൽ ഇത്ര കണ്ട് കേരളം പോലെ അതെടുത്ത് മുന്നോട്ടിട്ടിട്ടില്ല എന്നുള്ളതാണ്. കേരളമാണ് എപ്പോഴും വിരുദ്ധാശയങ്ങളുടെയും അല്ലെങ്കിൽ അനാവശ്യമായ പ്രചണ്ഡമായ വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി അരങ്ങൊരുക്കി കൊടുക്കുന്ന ഒരു പ്രദേശം. പക്ഷേ രാമായണം ഏറ്റവും അധികം സ്വാധീനിക്കപ്പെട്ടത് കേരളത്തിലാണ് എന്നുള്ളതിൽ ഒരു പക്ഷാന്തരമില്ല. ഞാൻ അങ്ങേപോലെ 2 മാസം മുമ്പ് അയോധ്യ സന്ദർശിച്ചിരുന്നു. ഈ സെപ്റ്റംബറിലാണ് പോയിരുന്നത്. അകത്തേക്ക് കടക്കാൻ സാധിച്ചില്ലെങ്കിലും ബാലാലയ പ്രതിഷ്ഠ കണ്ട് അവിടുത്തെ പരിസരം നിരീക്ഷിച്ചപ്പോൾ ചേരി പ്രദേശം നല്ല രീതിയിലുണ്ട്. മാലിന്യമുണ്ട് അവിടെ. റെയിൽവേ സ്റ്റേഷൻ മുതൽ കഷ്ടിച്ച് 1 കിലോമീറ്റർ നടന്നു വരുമ്പോൾ ഇരുവഴികളിലുമുള്ള എല്ലാ തരത്തിലുള്ള ദുഷ്ടം കാര്യങ്ങളും കണ്ടെങ്കിലും അതെല്ലാം തുടച്ചു നീക്കപ്പെട്ടു. ഒരു നാട് മോചനം നേടുകയാണ്. അല്ലെങ്കിൽ വൃത്തിശൂന്യമായ അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള ഒരു പ്രദേശം രാമന്റെ വരവോടുകൂടി ആ കളങ്കം മാറപ്പെടുന്നു. എത്രയോ പേരുടെ ആരാധ്യ പുരുഷനായ സിനിമാ ലോകത്തെ അതികായനായ അമിതാഭ് ബച്ചൻ അവിടെ ഒരു കുടിയുറപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മണ്ണിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ശരിക്കും പാവനമായൊരു സങ്കല്പമായിരിക്കാം അതിന് പ്രേരകമായിട്ടുള്ളത്. ഇതിനെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അതെല്ലാം നമ്മൾ മാനിക്കപ്പെടണം. എത്രയോ മനുഷ്യഹൃദയങ്ങളെ ശാന്തമാക്കിയ ശുദ്ധമാക്കിയ ശുദ്ധസംഗീതത്തിന്റെ വാനമ്പാടിയായ ചിത്രയുടെ പേരിൽ ഇന്നിപ്പോൾ കെട്ടഴിച്ചു വിട്ടിരിക്കുന്ന അധിക്ഷേപ കൂമ്പാരം അസഹനീയമാണ്. ഇന്നലെ വരെ അവരാരായിരുന്നു, ഇന്ന് അതിനെല്ലാം അതീതമായിട്ട് കളങ്കമായി മാറുന്ന മനുഷ്യ മനസ്സിലെ ഏറ്റവും നീചമായ ഒരു അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് അയോധ്യ അതിജീവിക്കും. ആ രാമരാജ്യത്തിന്റെ സങ്കേതമായ അയോധ്യ വീണ്ടും വീണ്ടും വിലസുക തന്നെ ചെയ്യും. അത് നമ്മുടെ കോടാനുകോടി ജനങ്ങൾക്ക് ചെന്ന് കണ്ട് ആത്മസായുജ്യമടയാവുന്ന ഒരു സങ്കേതമായി മാറുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ ചടങ്ങിൽ ആർക്ക് നേതൃത്വം നൽകുന്നു എന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ സംസാരിച്ചു. അവിടെയാണ് ചില പേരുകൾ ഉയർന്നു വരുന്നത്, വലിയ തോതിൽ വിമർശനമാകുന്നത്. അതിന് പ്രധാന കാരണം ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം ആകാം. പക്ഷേ ഈ രാഷ്ട്രീയത്തിന് പുറത്തുള്ളവർ, പ്രത്യേകിച്ച് ശങ്കരാചാര്യന്മാർ തന്നെ ഇതിനെ വിമർശിക്കുന്നുണ്ട്. ഇനിയും ഈ അയോധ്യ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്നത് വസ്തുതയാണ്. ഒരു 3-4 വർഷം ഇനിയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ നിർമ്മാണ പ്രവർത്തനം നടക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തിന് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതിഷ്ഠ? ഈ പ്രതിഷ്ഠ ഇങ്ങനെയാണോ നടത്തേണ്ടത് എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്.
ഞാനതിൽ ആവർത്തിച്ച് പറയുന്നു, അതിൻ്റെ രാഷ്ട്രീയമല്ല, മറിച്ച് അതിൻ്റെ വസ്തുത എന്താണ്, അതിൻ്റെ ആധികാരികത എന്താണ്? ഇതിൽ ശങ്കരാചാര്യന്മാരുടെ ഇഷ്യൂ എല്ലാ പത്രങ്ങളും ആഘോഷിച്ചിട്ടുള്ളതാണ്. ഇതിൽ രസകരമായ വസ്തുത, കാഞ്ചി ശങ്കരാചാര്യൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 40 ദിവസമായി ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക വാരണാസി. ഇതിൻ്റെ സമയം നിർദ്ദേശിച്ചതും ബാക്കി എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ ശൃംഗേരി ശങ്കരാപീഠത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു വ്യാജ പ്രചരണം നടക്കുന്നു എന്ന് കണ്ടിട്ട് അത് തെറ്റാണ്. ഈ രാജ്യത്ത് ഉയരേണ്ട ഒരു ഭവ്യമായ ഒരു മന്ദിരമാണ്, അതിൽ നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ ഈ സമയത്ത് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെ ഒരു ശങ്കരാചാര്യർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ കൂടി വലിയൊരു സംഖ്യ ഉണ്ടാവും. അതുകൊണ്ട് ശങ്കരപീഠങ്ങളെല്ലാം എതിർപ്പാണ് എന്ന് പറയുന്നതിൽ കഴമ്പില്ല. എന്നാൽ ചിലർ വിരുദ്ധാഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പുരി ശങ്കരാചാര്യരുടെ വാദത്തെ നമ്മൾ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കാം. കാരണം ഈ പുരി ശങ്കരാചാര്യരെ പോലെ തന്നെ ഇപ്പുറത്തും ഈ വാൽമീകി എന്ന് പറയുന്ന സമുദായമുണ്ട്. അവരുടെ ആധ്യാത്മിക ആചാര്യം ഇപ്പോഴുണ്ട്. ഞാൻ അവരുടെ ആദ്യത്തിൽ പോയിട്ടുള്ളതാണ്. അവരുടെ ആചാര്യന്മാർ നിരവധി ആളുകൾ വാൽമീകി സമുദായത്തിലുണ്ട്. അവരുടെ ആചാര്യന്മാർ സർവാത്മന ഇതിനെ അനുഗ്രഹിച്ച കാര്യം ആരും മിണ്ടുന്നില്ല. ഇവിടുത്തെ വെള്ളാള സമുദായം മുഴുവനും ഇതിൻ്റെ കൂട്ടത്തിലാണെന്ന് പറയുന്നതിൽ ആരുമില്ല. ധീവര സമുദായവും NSSും ഈഴവ തുടങ്ങിയ എല്ലാ സമുദായങ്ങളും ഇതിനോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നത് ആരും ചർച്ച ചെയ്യുന്നില്ല. ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ ഇഷ്യൂ. ഇനി ആ ഇഷ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു, ഞാൻ ഒന്ന് ഇടപെട്ട് പറയുന്നത് അല്ല, ഈ SNDP ആകട്ടെ NSS ആകട്ടെ അതിൻ്റെയൊക്കെ അധ്യക്ഷ പദത്തിൽ ഇരിക്കുന്നവർ അധികം ആത്മീയത ഉണ്ടാകാം. ഞാൻ വ്യക്തിപരമായി അവരെക്കുറിച്ച് പറയുകയല്ല. പക്ഷേ അതിലും അറിവുള്ള ഒരു പക്ഷേ ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളാണല്ലോ ശങ്കരാചാര്യർ. അതുകൊണ്ട് തന്നെയാകാം അതിന് കൂടുതൽ പ്രാധാന്യം കൈവരുന്നത്. അവിടെയാണ് ഈ സംശയം ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. അതെ, അതിലെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ താന്ത്രികമായ സങ്കല്പമാണ്. താന്ത്രികമായ സങ്കല്പത്തിന് അഭിപ്രായം പറയുക എന്നുള്ളത് തന്ത്രശാസ്ത്രം പഠിച്ചവരാണ്. അതെ, ഈ ശങ്കരപീഠങ്ങള് വൈദിക മാർഗാവലംബികളാണ്. അതായത് അവരല്ല അധികാരം ഇതിൽ പറയാനുള്ള അധികാരികൾ എന്നുള്ളതാണ്. അവരുടെ അനുഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഏത് താന്ത്രിക ആചാര്യനാണ് ഇത് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. എല്ലാം പൂർത്തിയായിട്ട് മാത്രമാണോ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് എന്നുള്ള ചോദ്യം വന്നാൽ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോഴുള്ള അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയപ്പോൾ എന്ത് സന്നാഹം നടത്തിയിട്ടാണ് അവിടെ ഇത് നടത്തിയത് എന്നുള്ളതാണ്. ക്ഷേത്രങ്ങൾ എപ്പോഴും ഈ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കും, വിപുലീകരിച്ചു കൊണ്ടിരിക്കും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഈ മൂലപ്രതിഷ്ഠ എന്നതിന് ഇതെല്ലാം പൂർത്തീകരിക്കണമോ എന്ന സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലുമില്ല. ഇനി വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക തന്ത്രശാസ്ത്ര ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്ത്യയിലെ ലോകത്തിലുള്ള എല്ലാ സ്ഥലത്തും പ്രതിഷ്ഠ നടക്കേണ്ടത്. മനുഷ്യനെ തൻ്റെ ഉള്ളിലുള്ളതായ ദൈവികതയെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണിത്. ആ പദ്ധതി അത് നിർവഹിക്കുന്നുണ്ടോ? മനസ്സിലായില്ലേ? അത് നിർവഹിക്കുന്നില്ല എങ്കിൽ മാത്രമാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളത്. അപ്പം അതുകൊണ്ട് ഏത് ആള് എപ്പോൾ നടക്കുക എന്നതെല്ലാം തന്നെ ജനങ്ങളുടെ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആഗ്രഹത്തിനൊരു ശാസ്ത്രീയത നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ പോകുകയും വേണം. പക്ഷേ ഈ രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് പുതിയ മാതൃകയാണ്. ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ലോകത്തിനും ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലും ഒരു പുതിയ മാതൃകയായിട്ട് നാളത്തെ തലമുറ ചൂണ്ടിക്കാണിക്കും. പിന്നെ ഒരു പ്രധാന പോയിന്റ് പറയുന്നത് വെച്ചാൽ പലപ്പോഴും പറഞ്ഞുണ്ടാക്കുന്ന ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെതിരാണെന്നുള്ള ഒരിക്കലുമില്ല. ഇവിടുത്തെ പാണക്കാട് തങ്ങളടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് പോകണം ആഗ്രഹമുള്ളവർ പോകണം. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർക്കും മുസ്ലിം സഹോദരന്മാർക്കും ക്രൈസ്തവ സഹോദരന്മാർക്കും ഭായി എന്നും പറഞ്ഞ് നിൽക്കാൻ ഒരു മടിയില്ല. പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാ? ഇതിൽ നിന്ന് നമ്മൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന ആ തന്ത്രം പയറ്റുന്ന രാഷ്ട്രീയക്കാരനാണ് ഇവിടെ ജാതി കൊണ്ടുവരുന്നത്, ജാതീയത കൊണ്ടുവരുന്നത് രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമ്മൾക്കൂടെ പറയാനുള്ളത്. എന്തായാലും പ്രിന്റു, അവിടെയാണ് ഈ അഭിപ്രായ ഭിന്നതകൾ. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അഭിപ്രായ ഭിന്നതകൾക്ക് ഇടമുള്ള രാജ്യം തന്നെയാണ് നമ്മുടേത്. ആ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകണം. പക്ഷേ അവരെ കൂടി ആ ഭിന്നതകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണല്ലോ പ്രധാനപ്പെട്ടത്. ഇവിടെ ഇതിൻ്റെ കക്ഷി രാഷ്ട്രീയം എന്നതിനപ്പുറത്ത്
ഒരുപക്ഷെ വസ്തുതകൾ മനസ്സിലാക്കാതെയാകാം. ഈ രാഷ്ട്രീയം കൂടി അതിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഒരിക്കലും നമുക്ക് അതിനെ മാറ്റി സംസാരിക്കാൻ പറ്റില്ല. എങ്കിലും ഇപ്പോഴും ഈ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടതൊരു രാഷ്ട്രീയ കോൺട്രവേഴ്സി അല്ല. ഇത് കേൾക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില ആഹ്വാനങ്ങൾ, അതായത് ദീപം തെളിയിക്കണം, രാജ്യം മുഴുവൻ ദീപം തെളിയിക്കണം, അതുകൊണ്ട് എന്ത്? ഇപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായൊരു സാഹചര്യമായിരുന്നു ഈ കോവിഡ് കാലത്ത് അടക്കമൊക്കെ ഈ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രയത്നിക്കണം. അല്ലെങ്കിൽ അപ്പോൾ ചോദ്യങ്ങളുണ്ട്, പാത്രം കൊട്ടിയാൽ കോവിഡ് പോകുമോ എന്നതൊക്കെ. പക്ഷെ അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു അന്തസത്ത ഉൾക്കൊള്ളാതെ പോകുന്നുണ്ടോ ആളുകൾ? തീർച്ചയായും. എന്ന് വെച്ചാൽ ഒന്ന്, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ കാര്യങ്ങളിലും വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പാത്രം കൊട്ടിയാൽ കോവിഡ് പോകുമോ എന്ന് പറഞ്ഞ ആളുകളാണ് മെഴുകുതിരി കത്തിച്ചിട്ട് എല്ലാ ദിവസവും മെഴുകുതിരി കത്തിക്കാൻ ആഹ്വാനം ചെയ്തത്. അപ്പോൾ നോക്കണം, ഇത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ തമാശയെ പറയാറുണ്ടല്ലോ, നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് ബർമുടയും ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് എന്താകുന്നു വള്ളിക്കലശവും. അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ട് അന്ധമായിട്ടുള്ള രാഷ്ട്രീയ ഒരു കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നോക്കൂ, ആദ്യത്തെ വിവാദം ഈ നമ്മുടെ ജയേന്ദ്ര സരസ്വതിയുടേത് ഒന്നും വരുന്നില്ല, പുരി ഒന്നും വരുന്നില്ല. ആദ്യം പറഞ്ഞത് രാഷ്ട്രപതിയെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് നമുക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ഒരേ സമയം ഇന്ത്യയുടെ ന്യൂഡൽഹി അല്ലാത്ത വേറൊരു സ്ഥലത്തും പങ്കെടുക്കാൻ പറ്റില്ല പ്രോട്ടോകോൾ പ്രകാരം. അത് ഈ രാജ്യത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് എങ്ങനെയാ? നിങ്ങളുടെ അത് സത്യമാണ്. അല്ല, രാംനാഥ് കോവിന്ദിന് അല്ലെങ്കിൽ ദ്രൗപദി മുർമുവിന് എന്ന ചോദ്യമൊക്കെ ഉണ്ടാകുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ജാതിയും മതവും ഒക്കെ ഇവർ പറയുമ്പോൾ സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള കുറേ സന്യാസി വര്യന്മാരുണ്ട്. അപ്പോൾ സന്ദീപാനന്ദഗിരി തമാശയ്ക്കാണെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് ഞാൻ ശങ്കരാചാര്യരുടെ പിന്മുറക്കാരനാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത് കേൾക്കുക? അത് രാഷ്ട്രീയ അഭിപ്രായമാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാവുന്ന ഒരു വ്യക്തിത്വമാണ് രാമൻ. അതുകൊണ്ട് ജാതി മതഭേദമന്യേ നമ്മൾ ഈ ഒരു അമൃത മഹോത്സവത്തെ ഒരു ആഘോഷമാക്കുക. വിവാദങ്ങൾ ഉണ്ടാവാം, വിവാദങ്ങളില്ലാതെ ഈ ഭാരതം ബഹുസ്വരതയുള്ളൊരു നാടാണ്. 5000-ഓളം രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഒരു 10,000-ഓളം ജാതി മത സംഘടനകളുണ്ട്. പിന്നെ ഹിന്ദുമതത്തിൽ അൾട്ടിമേറ്റായിട്ട് ഒരു പോപ്പില്ല. അപ്പോൾ അൾട്ടിമേറ്റ് ഒരു പോപ്പില്ലാത്തടത്തോളം കാലം എതിരഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം ഹിന്ദുമതം ഒരു ഇരുമ്പൊലക്കയല്ല, ഹിന്ദുമതം ഇരുമ്പോലൊക്കെയല്ല, ആർക്കും അഭിപ്രായം പറയാം. ഇത് സനാതന ധർമ്മമാണ്, എല്ലാവരും പറയട്ടെ. പക്ഷേ ഒരു ആഘോഷം വരുന്ന സമയത്ത് അത് രാജ്യത്തിൻ്റെ നന്മയ്ക്കാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് അതിനെ എതിരേൽക്കുക, വരവേൽക്കുക, ആഘോഷിക്കുക. ശരി, ശ്രീ രഞ്ജിത്ത്, ഇവിടെ ഈ സ്വാഭാവികമായും ഉയരുന്ന ചർച്ചകളിലേക്ക് വരുന്ന ഒന്ന്, അവിടെ ഞാൻ KK മുഹമ്മദിനെ ആധികാരികമായി പറയുന്നത്, അദ്ദേഹം ഒരു അഭിമുഖം ഞാനത് ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും ചരിത്രകാരന്മാർ പറയുന്നത് പൂർണ്ണമായും ശരിയാകണമെന്നില്ല. പുരാവസ്തു ഗവേഷകർ ഉൾപ്പെടെയുള്ളവർ അതിൽ നടത്തിയ ഗവേഷണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം എപ്പോഴും ചരിത്രം എഴുതപ്പെടേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചരിത്രം എഴുതിയതിൽ ഏറ്റവും അധികവും രാജ്യത്തിന് പുറത്തുള്ളവരാണ്, പ്രത്യേകിച്ച് യൂറോപ്യൻസാണ് എന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അതിനു മുമ്പ് ഒരുപക്ഷെ ഈ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ സമ്പന്നമായ ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു എന്നതിലേക്ക് പോകാൻ ആരും തയ്യാറാകുന്നില്ല. അവിടെയാണ് ഈ ആത്മീയത എന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീരാമനെ പോലെയുള്ളവർ അതൊരു മിത്ത് ആണ് എന്ന് പറയുന്നവർക്ക് പോലും ആ മിത്ത് ഏത് കാലഘട്ടത്തിൽ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഞാൻ വായിച്ചെടുത്തോളം മനസ്സിലാക്കുന്നത്, ഇപ്പോൾ എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഒരു സംസ്കാരമുണ്ടായത്, ആ കാലഘട്ടത്തിൽ ഒരു ജീവിത രീതിയുണ്ട്, ഈ സൂചിപ്പിച്ചതുപോലെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ അന്നത്തെ ഒരു സാമൂഹിക അവസ്ഥയിൽ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, അതെന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല എന്നതാണ് KK മുഹമ്മദിനെ പോലെയുള്ളവർ ചോദിക്കുന്നത്. അങ്ങനെ ഒരു സാമൂഹിക പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണല്ലോ ചുരുങ്ങിയത് 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട, അതിൻ്റെ പഴക്കം നമുക്ക് പറയാൻ പറ്റില്ല. രാമായണത്തിൽ എഴുതണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് വടക്കുന്നാഥൻ്റെ മുന്നിലാണ്, ഇവിടെ ഒരു ജീവിത സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നത്. സ്വാഭാവികമായും അന്ന് അങ്ങനെ ഒരു ജീവിത വ്യവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ അങ്ങനെ എഴുതാൻ സാധിക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് പക്ഷെ നമ്മൾ പഠിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അഭിലാഷ് പറഞ്ഞ ഒന്നാമത്തെ കാര്യത്തിൽ ഞാനും അതിനോട് യോജിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മളിപ്പം വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇപ്പം ഉപനിഷത്തുകൾ കണ്ടെടുക്കുന്നത് മാക്സ് മുള്ളറെ പോലുള്ള ആളുകളുടെ വലിയ പങ്കാളിത്തം അതിലുണ്ട്. ഈ വേദങ്ങളിലും അയോധ്യ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ സാർ? രാമായണത്തിൽ വേദത്തിലില്ല, പക്ഷെ പിൽക്കാലത്ത് വന്നിട്ടുള്ളതായ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലില്ല. വേദങ്ങളിൽ ഇത് അയോധ്യ അല്ലാത്ത പേരില കോസല, അതാണ് ഞാൻ ചോദിച്ചത്. അതായത് ആ ഭൂപ്രദേശത്തെ കുറിച്ച് അതാണ് ഞാൻ ചോദിച്ചത്. അയോധ്യ എന്ന വാക്കല്ല പറഞ്ഞു വരുന്നത്. ഭാരതീയ പാരമ്പര്യത്തിലെ അടിസ്ഥാനപരമായ ഒരു ശക്തി എന്ന് പറയുന്നത് ശ്രുതി എന്ന് പറയുന്ന ഒരു കാര്യം, ശ്രൗതം, കേൾവിയിലൂടെ ഈ
കേൾവിയിലൂടെ തലമുറകളിലേക്ക് പറഞ്ഞു പോകുന്ന കഥകളുടെ ഊർജം അതങ്ങനെയാണ് നിലനിന്നത്. നമ്മൾ അച്ചടി ഉണ്ടായതുകൊണ്ടല്ലോ ഇത് 5000 കൊല്ലം നിലനിൽക്കുന്നത്. ഇത് ഗുരുമുഖത്ത് നിന്ന് വിദ്യാർത്ഥികളിലേക്ക് അതാണല്ലോ ഉപനിഷത്ത്, അടുത്തിരുന്ന് പഠിക്കുന്ന സമ്പ്രദായമാണ്. അങ്ങനെ പകർന്നാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. അപ്പം ഈ സ്മൃതിയെ സ്മൃതിയായിട്ട് കാണുക എന്നുള്ളതാണ്. സ്മൃതി അതാത് കാലത്തിന്റെ നിയമങ്ങളാണ്, അത് ആ കാലത്തിന്റെ സാഹചര്യത്തിൽ മാത്രം നിലനിൽക്കുന്നു. പക്ഷെ ശ്രുതി അങ്ങനെയല്ല, അത് എല്ലാ കാലത്തേക്കും നിൽക്കുന്നത്. ഉദാഹരണം സത്യമേവ ജയതേ അന്ന് കൊണ്ടുവച്ചാലും അത് ആവശ്യമാണ്, അതിനുശേഷം വെച്ചാൽ ഇന്നും നാളെയും അതിനെ എതിർക്കാൻ ആരെങ്കിലും ഉണ്ടോ? സത്യമേവ അത് വേണ്ട, നമുക്ക് മാറ്റാം. നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ അതിന്റെ ആപ്തവാക്യമായിട്ട് നിലകൊള്ളും. ഇങ്ങനെയുള്ള ഉപനിഷത്ത് ദർശനങ്ങൾ തന്നെയാണ് രാമനിലൂടെ അതിനെ കുറച്ച് ലളിതമായി ജനങ്ങളിലേക്ക് എത്തുന്നു എന്നേ ഉള്ളൂ. ഈ വിദേശ സർവകലാശാലകളുടെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ പോലും ചിലർ അത്ഭുതപ്പെടുന്ന ഒരു മതമാണ് ഹൈന്ദവ മതം. ഈ സൂചിപ്പിച്ചതുപോലെ അതിനൊരു ചട്ടക്കൂടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അമ്പലത്തിൽ പോകാം, പോകാതിരിക്കാം. നിങ്ങൾക്ക് നൂല് കെട്ടണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ആ കുടുംബത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നൂല് കെട്ടാൻ ചിലപ്പോൾ കുടുംബത്തിലെ കാരണവന്മാർ ചില അഭിപ്രായമൊക്കെ പറയും ഇങ്ങനെ നൂല് കെട്ടണമെന്ന്. ജീവിതത്തിൽ ഒരിക്കൽ പോലും അമ്പലത്തിൽ പോകാത്ത ഒരാൾക്ക് അമ്പലത്തിൽ പോയി വിവാഹം കഴിക്കാം. ഇങ്ങനെയാണ്. എന്നിട്ടും ഈ മതം എങ്ങനെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിനെ അത്ഭുതം കൂറുന്ന ചില ആളുകൾ ഉണ്ട്. അത് വിദേശ സർവകലാശാലകളിൽ പോലും പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണത്. അതോടൊപ്പം തന്നെയാണ് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ചന്ദ്രയാൻ എന്നത് ഒരു ഹോളിവുഡ് സിനിമ നിർമ്മിക്കുന്ന അത്രയും പണം പോലും വേണ്ട നമുക്കിപ്പോൾ ഒരു ദൗത്യം നടത്താൻ. വാലിബൻ സിനിമയ്ക്ക് വേണ്ടി മുടക്കുന്ന തുക മതി ഇന്ന് നമുക്ക് ചന്ദ്രനിലേക്ക് എത്താൻ എന്ന അവസ്ഥയായി. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഈ ചന്ദ്രനിലേക്ക് അയക്കുന്ന ഉപഗ്രഹത്തിൻ്റെ മാതൃകയുമായി ISROയിലെ ശാസ്ത്രജ്ഞന്മാർ തിരുപ്പതി ക്ഷേത്രത്തിൽ പോകും. അതിനെ അന്ധവിശ്വാസം എന്ന് വിളിക്കാം. അത് എൻ്റെയും സ്വാതന്ത്ര്യമാണ്, എനിക്കും അതിനെ അന്ധവിശ്വാസം എന്ന് വിളിക്കാം. അതിന് ISRO ചെയർമാൻ അടക്കം നൽകുന്ന മറുപടി, ആരാണ് ഈ കണ്ടുപിടുത്തം നടത്തിയത്, ആരാണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്, അവരല്ലേ ക്ഷേത്രത്തിൽ പോകുന്നത്, അപ്പോൾ നിങ്ങളെക്കാൾ അറിവുള്ളവരല്ലേ അവർ എന്ന മറുചോദ്യമാണ് ISROയുടെ അധ്യക്ഷൻ ചോദിച്ചത്. എൻ്റെ സംശയം ഞാൻ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് നമ്മുടെ ആത്മീയത, അതിൻ്റെ ആഴം, അതിൻ്റെ ഇന്നലകൾ, ചരിത്രമൊക്കെ പഠിക്കുന്നതിൽ നമ്മുടെ ഭരണകർത്താക്കൾ പിന്നിൽ പോയിട്ടുണ്ടോ? ഇനിയിപ്പോൾ പഠിക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ ഭയക്കേണ്ടതുണ്ടോ? ഇവിടെ ഇപ്പോൾ അഭിലാഷിൻ്റെ ചോദ്യത്തിൻ്റെ വിശകലനത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് അതിൻ്റെ ഒരു മാന്യമായ മറുപടി വായിച്ചെടുക്കാൻ സാധിക്കും പ്രേക്ഷകർക്ക്. കാരണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ജീവിതം അത് സനാതനമാണ്. അനാദിയായ നമ്മുടെ ഒരു സംസ്കാരം, അതിന് മതത്തിൻ്റെ ചട്ടക്കൂടില്ല, മതത്തിൻ്റെ അതിർവരമ്പുകളില്ല, വ്യാഖ്യാനങ്ങൾക്ക് അതീതമായ ജീവിത ദർശനമാണ് ഭാരതം തന്നിട്ടുള്ളത്. ഈ ജീവിത ദർശനം കലർപ്പറ്റ ഒരു ശുദ്ധമായ സംസ്കൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ്. ചന്ദ്രനിലേക്ക് പോകുന്നതിന് മുമ്പ് ചാന്ദ്രയാൻ ദൗത്യ സംഘം തിരുപ്പതിയിൽ പോയി പൂജ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഇപ്പോൾ കുറച്ചു കാലം മുമ്പുണ്ടായ വലിയൊരു വിവാദമായിരുന്നു അത്. കാരണം നമ്മുടെ ഭാരതത്തിലെ ഭരണ നിർവഹണ രംഗത്തും അതിൻ്റെ സാമ്പത്തിക ശാസ്ത്ര രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും എല്ലാ മേഖലയിലുമുള്ള അടിസ്ഥാന പ്രേരണ വാചകങ്ങൾ അല്ലെങ്കിൽ സ്ലോഗൻസ് നമ്മൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഉപനിഷത്ത് വാക്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിൻ്റെ തത്വത്തെ വിശകലനം ചെയ്യുന്ന വലിയ സ്ലോഗൻസ് നമ്മുടെ രാഷ്ട്രം മാത്രമല്ല വിദേശ രാജ്യം, നേരത്തെ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചതുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇതിൻ്റെ സത്യസന്ധമായ സുതാര്യമായ ഒരു ഭാവമോ ഭാവനയോ നമ്മുടെ ആൾക്കാർക്ക് അംഗീകരിക്കാനോ തിരികെപ്പെടുത്താനോ കഴിയുന്നില്ല. അവരെപ്പോഴും അതിനെ വച്ച് ഇങ്ങനെ ക്രമിക്കുക എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഷയാണോ അത് അധമ ഭാഷയാണെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെ അതിനെ വീണ്ടും വീണ്ടും ചർവിത ചർവണം നടത്തി അതിനെ ദോഷൈക ദൃക്കുകളായ ആൾക്കാരുടെ ആ ഒരു ഭേദബുദ്ധിയോടുകൂടെ അതിനെ വഷളാക്കുക എന്നുള്ളത് നമുക്ക് ശീലമായി പോയി. ആ ശീലത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കൾ ഒരു പക്ഷേ നമുക്കും ഒരു വിഷമം തോന്നാം മലയാളികളാണ് താനും. കാരണം അത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയാണ്. അത് പ്രബുദ്ധതയല്ല, പ്രബുദ്ധമായ രാഷ്ട്രീയം എന്ന് പറയാനും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാരമ്പര്യം അടിച്ചേൽപ്പിക്കലല്ല, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന് ഗുരുദേവൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു നിർദോഷമായ വിശകലനം നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. അതിൻ്റെതായ ദോഷങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നടേശൻ സാർ ഇപ്പോൾ ഈ സൂചിപ്പിച്ച പോലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംസ്കാരമല്ല നമ്മുടേത് എന്ന് പറയുമ്പോൾ
ഈ ആശങ്കകൾക്ക് പല കാരണമാണ്. ഇപ്പോൾ ഷാദി ഈദ്ഗാഹിനെ കുറിച്ച് പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഗ്യാൻവാബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഒരു അടിച്ചേൽപ്പിക്കൽ ഉണ്ടാകുമോ എന്ന് ഒരു ജനത ഭയക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ഭയം അടിസ്ഥാനമുള്ള ഭയമാണോ? ആ ഭയം ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരനാണ്. ഇപ്പോൾ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട വിഷയം ഭയപ്പെടുത്തി വലിയ കലാപങ്ങളിലേക്ക് നയിച്ചത് രാഷ്ട്രീയക്കാരനാണ് എന്നത് നമ്മുടെ കെ മുഹമ്മദ് സാർ പറഞ്ഞിട്ടുള്ളതാണ്. ശരി, അതിൻ്റെ വാദവും വിവാദങ്ങളെല്ലാം വളരെ കൃത്യമായി നൂലിഴക്ക് പരിശോധിച്ചിട്ട് വിധി നിർണയിച്ച ഇന്ത്യയുടെ നീതിപീഠം അവസാനം കൽപ്പിച്ചത് എന്താണ്? ഇവിടെ ക്ഷേത്രമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ ക്ഷേത്രം വേണം. അപ്പം നമ്മൾ നീതിയെയും നീതി വ്യവസ്ഥയെയും അംഗീകരിക്കുക, അതുപോലെ തന്നെ ചരിത്രത്തെയും ആർക്കിയോളജിയെയും നമ്മൾ അംഗീകരിക്കുക. അതിൻ്റെ എല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും ഭയപ്പെടുത്തുന്നത് ഭയപ്പെടുത്തലുണ്ട്. ആ ഭയപ്പെടുത്തുന്ന ആളുകൾ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ഇവിടെ ഭയമോ ഭയപ്പെടുത്തലോ ഇല്ല. പരസ്പരം നേരത്തെ പറഞ്ഞതുപോലെ അറിയലും അറിയിക്കലും മാത്രമാണ്. അത് തീർച്ചയായിട്ടും അത് ഉപനിഷത്തിൻ്റെ ഒരു പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ ഉള്ളത്. ഇതിന് ഈ പറഞ്ഞു വന്ന ക്ഷേത്രത്തിന് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വിമർശനങ്ങൾ വരണം. അത് ആരോഗ്യകരമായിരിക്കണം. അത് കാരണം നമുക്കറിയാം എന്തെല്ലാം പറഞ്ഞാലും ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അനാചാരങ്ങൾ പലതും വന്നിട്ടുണ്ട്. അതിനെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ഈ കാര്യത്തിലും ഉണ്ടാവണം. പ്രിന്റു, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പ്രേക്ഷകരോട് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള സന്ദേശം എന്താണ്? രാമൻ നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മതത്വമാണ്. രാമനെ നമ്മുടെ ജീവിതവ്രതമായി ഓരോരുത്തരും ഹൃദയത്തിൽ സൂക്ഷിക്കുക. അത് വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, അവൻ്റെ സാമൂഹിക ജീവിതത്തിലായിക്കോട്ടെ, ഇനി അവൻ ഏതു മേഖലയിലാണോ അവിടെ രാമൻ മനസ്സിലുണ്ടായാൽ അവൻ്റെ ഈ ആത്മീയപരമായ ജീവിതത്തിനൊപ്പം ഭൗതിക ജീവിതവും സാർത്ഥകമാകും. അതുകൊണ്ട് രാമനെ എല്ലാവരും ഹൃദയത്തിലേറ്റുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. രഞ്ജിത്ത് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഇതിൽ വിവാദങ്ങൾ മാറ്റി നിർത്തുക. ശരി, വിവാദങ്ങളെ മാറ്റി നിർത്തി രാജ്യത്തിന്റെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ വളരെ ശാസ്ത്രീയമായിട്ട് സമഗ്രമായിട്ട് അതിനെ കാണാൻ ശ്രമിക്കുക. ശരി, കേവലമായ രാഷ്ട്രീയ താല്പര്യങ്ങളോ വിശേഷിച്ച് മതവർഗീയത ഇത്തരം കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ ചർച്ചയ്ക്ക് എടുക്കരുത് എന്നാണ്. ഈ ബഹുമാന്യ സുപ്രീം കോടതി ഇടപെട്ട് തീർപ്പുണ്ടാക്കിയ ഒരു വിഷയം വീണ്ടും അത് കുത്തി പൊക്കി ആരെങ്കിലും അതിൽ നിന്ന് ചോരയൊലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം ശരിയല്ല എന്ന് സർവാത്മന എല്ലാ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് കാണേണ്ടുന്ന ഒരു സന്ദർഭമാണിതെന്നാണ് എനിക്ക്. ശരി, ഹരീന്ദ്ര മാസ്റ്റർ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? 22-ാം തീയതി നടക്കുന്നത് നവഭാരതത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയാണ്. നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ കടന്നുകൂടി അടിമത്തവും അധിനിവേശവും അസ്വാതന്ത്ര്യവും അതുപോലെ വിഭജനത്തിൻ്റെയൊക്കെ തിന്മകളെ അതിജീവിക്കുവാനുള്ള വെളിച്ചമാണ് തെളിയിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാ വീടുകളിലും 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കണമെന്നും രാമമന്ത്രം ജപിക്കണമെന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും മറ്റൊരു സമ്പ്രദായത്തെയോ സമുദായത്തെയോ ഇടിച്ചു താഴ്ത്തുവാനോ ഇകഴ്ത്തി കാണിക്കുവാനോ അല്ല. ഈ ഭാരതത്തിൻ്റെ ആത്മാവായ രാമൻ, ലോകാഭിരാമനായ രാമൻ, ആ രാമനിൽ രമിക്കുവാൻ ലയിക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ്. അങ്ങനെ നമ്മുടെ ആധുനിക ഭാരതത്തിൻ്റെ തലസ്ഥാനമായി അല്ലെങ്കിൽ അതിൻ്റെ ഹൃദയമായിട്ട് അയോധ്യ മാറുകയാണ്. ആ അയോധ്യയിൽ തെളിയുന്ന ദീപം എല്ലാ മാനവരാശിയുടെയും അകക്കാമ്പിൽ അല്ലെങ്കിൽ അകക്കണ്ണിൽ തെളിയുന്ന ദീപമാണ്. അത് പ്രത്യാശയുടെ തിരുനാളമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. എല്ലാവരും ആ രാമനിൽ ലയിക്കട്ടെ. അത് ചണ്ടാളൻ മുതൽ മഹീപാലൻ വരെ ഏത് സമുദായത്തിലുള്ളവർക്കും ഒരുപോലെ അഭിഗമ്യനായ രാമനാകണം ഭാരതത്തിൻ്റെ ഹൃദയ തത്വം എന്ന ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് പറയാം. നടേശൻ സാർ, ഇവിടെ നമ്മൾ മനുസ്മൃതിയെക്കുറിച്ച് പറഞ്ഞു. നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് അവസാനിക്കുന്ന ആ ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. പ്രാണപ്രതിഷ്ഠയിൽ ആണ് നമ്മൾ ഈ ചർച്ച ആരംഭിച്ചതെങ്കിൽ അതിലവസാനിപ്പിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു ഒരു വനിത കൂടി അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. വനിത മാത്രമല്ല, നിരവധി ആചാര്യന്മാരുണ്ട്. 121 ആചാര്യന്മാരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ആയിരക്കണക്കിന് ആചാര്യന്മാർ വേറെയുണ്ട് എങ്കിൽ പോലും സ്ത്രീയും പൂജിക്കപ്പെട്ടിരുന്ന ഒരു ലോകം, അതായിരുന്നു നമ്മുടെ സംസ്കാരം എന്ന് മറന്നുപോയവരെ അതുകൂടി ഓർമ്മിപ്പിച്ച് എങ്ങനെ അവസാനിപ്പിക്കാം? താന്ത്രിക ആരാധനയുടെ അടിസ്ഥാനം സ്ത്രൈണമാകുന്നു, സ്ത്രീ പ്രധാനമാകുന്നു. നമ്മുടെ നാട്ടിലുള്ള ഈ സ്ത്രീ വിമോചന പ്രസ്ഥാനക്കാരും സ്ത്രീ എഴുത്തുകാരും ഇന്നോളം ചിന്തിക്കാത്ത ഒരു വിഷയം കൂടിയാണിത്.
അതുകൊണ്ട് ഇതൊരു പുതിയ പാഠമാണ്, പുതിയ പഠനമാവണം, പുതിയ അന്വേഷണമാവണം. ഈ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും കലകളുടെയും പുനഃപ്രതിഷ്ഠ കൂടിയാണ്. കാരണം അതെല്ലാം സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങേയറ്റം വിഷലിപ്തമായി മാറി എന്നുള്ളതാണ് സമൂഹത്തിന് ഏറ്റവും വലിയ നഷ്ടം വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനമാണ് സാമ്പത്തികമായി, സാമൂഹ്യമായി, സാംസ്കാരികമായി, ഭാഷാപരമായി, ഇങ്ങനെ എല്ലാവിധത്തിലുള്ള വളർച്ചയ്ക്കും ഇത് ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ഈ തെറ്റായി ധരിച്ചിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ ചേരും. അണ്ണാരക്കണ്ണനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന വിഭീഷണനെ പോലെ വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്നുള്ളതാണ്. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമൻ. ഉയർന്നവൻ എന്നോ താഴ്ന്നവൻ എന്നോ വ്യത്യാസമില്ലാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ, ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒരുപോലെ കണ്ട് നീതി പുലരുന്ന സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യം എന്നതാണ് രാമരാജ്യം. അവിടെ ജാതിമത ചിന്തകൾ, രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ രാജ്യമാണ് മുഖ്യം എന്ന് എല്ലാവരും തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചർച്ച അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ, വിശദാംശങ്ങൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18 തുടരും. ഈ ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക് നന്ദി. താങ്ക് യു.